ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ തയ്യൽ മെഷീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇലക്ട്രിക്കിൻ്റെ ആണ്, സിംഗറിൻ്റെ ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ മേടിച്ചപ്പോൾ തന്നെ ഞാനത് വർക്ക് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് മെഷീൻ. ഇത് നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാറ്റി വയ്ക്കാനും കൊണ്ട് നടന്ന് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ചെറിയ ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ മെഷീൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ ഞാനിത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ, അതിൻ്റെ ലിങ്ക്. അപ്പോൾ ഈ മെഷീൻ ഉപയോഗിക്കാൻ തുടക്കമായിട്ട് നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്ന കുട്ടികളുണ്ടല്ലോ, തയ്ക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് വളരെ ഈസിയാണ് ഇത് ഉപയോഗിക്കാൻ. പിന്നെ കാലുകൊണ്ട് നമുക്ക് ചവിട്ടൊന്നും വേണ്ട, ഇലക്ട്രിക്കായിട്ട് ഒന്ന് വർക്ക് ചെയ്യും. പിന്നെ ഇതിൽ സ്റ്റിച്ചസ് കുറേ ഉണ്ട്, 9 സ്റ്റിച്ചസ് ഉണ്ട്. അത് നമുക്ക് മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്യാനും എംബ്രോയ്ഡറി വർക്ക് ചെയ്യാനും ഒക്കെ സാധിക്കും കേട്ടോ. പിന്നെ ഇതിൽ പ്രത്യേകമായിട്ട് ബട്ടൺ ഹോളും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഓപ്ഷൻ തന്നെ ഉണ്ട്. സൂചികളും ഒക്കെ മാറ്റിയിടാനോ ഒക്കെ വളരെ ഈസിയാണ്. നമ്മൾ സാധാ മെഷീൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്കിത് ഉപയോഗിക്കാം. ഇതിൽ നൂലിടാനും നൂല് ചുറ്റിയെടുക്കാനും ഒക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതിൻ്റെ മോഡൽ വരുന്നത് സിംഗറിൻ്റെ പ്രോമിസ് 1409 ഫാഷൻ മേക്കറാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലാണ് പ്ലഗ് കുത്താനും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ ഉള്ള സ്വിച്ച് അവിടെയാണ് ഉള്ളത് കേട്ടോ. എനിക്കിതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മെഷീൻ വാങ്ങിയത്. ബാക്കി കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞുതരും കേട്ടോ. ഈ മെഷീൻ്റെ സൈഡിലൊരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ മെഷീൻ മേടിക്കുമ്പോൾ തന്നെ കുറേ അറ്റാച്ച്മെൻറ്റ്സ് കിട്ടും. ബോബിൻ കേസ്, അതുപോലെ തന്നെ പ്രഷർ ഫൂട്ടൊക്കെ കിട്ടും. ഇത് ഞാൻ ഉപയോഗിച്ച കാരണം അതിൻ്റെ മേലെ നൂല് ചുറ്റി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ ബോബിൻ കേസ് ഫിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് മെഷീൻ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ബോബിൻ കേസും അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ളത് ഓരോന്ന് ബോബിന് ഉണ്ട്, പിന്നെ സൂചി ഉണ്ട്. അങ്ങനെ ഓരോ ഐറ്റംസും ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ബട്ടൺ സൂയിങ് ഫൂട്ട്. ഇത് നമുക്ക് ബട്ടൺ ഡ്രസ്സിൻ്റെ മേലെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫൂട്ടാണ്. ഇതിൽ നമുക്ക് ബട്ടൺ വെച്ചിട്ട് നമുക്ക് സിഗ്സാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അടുത്താണ് ബട്ടൺ ഹോൾ ഫൂട്ട്. ബട്ടൺ ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൂട്ടറാണിത്. ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും, നമുക്ക് എത്ര വലിപ്പത്തിനുള്ള ബട്ടൺ ഹോളാണ് വേണമെങ്കിൽ. ഇത് നമുക്ക് സ്ക്രൂ ടൈറ്റൻ ചെയ്യാനൊക്കെ, അതേപോലെ നീഡിൽ ക്ലാമ്പിലേക്കൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇത് നമ്മൾ ത്രെഡ് വെക്കുന്നതിൻ്റെ അവിടെ വെക്കാനുള്ള ഒരു ഫെൽറ്റാണ്. ഇത് എന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല, അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്താണ് നമ്മളെ സിപ്പർ ഫൂട്ട് എന്ന് പറയും. നമുക്ക് ലെഫ്റ്റും റൈറ്റും ഇതിൽ തന്നെ ഉണ്ട്, അങ്ങോട്ട് മാറ്റി ഇടാൻ പറ്റും. പിന്നെ ഇതാണ് ഡാണിങ് ഫൂട്ട്. ഡാണിങ് സ്റ്റിച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ഇത് നമുക്ക് പ്രഷർ ഫൂട്ട് ഊരി മാറ്റിയിട്ട് അതിൻ്റെ ആ പ്രഷർ ഫൂട്ടിൻ്റെ ആ ഒരു ത്രോട്ട് പ്ലേറ്റിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം. പിന്നെ അടുത്താണ് ക്ലീനിങ് ബ്രഷും പിന്നെ സീം ഓപ്പണറും. നമുക്ക് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് തുടച്ച് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സീം ഓപ്പണറും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. സീം ഓപ്പണറെന്നും അല്ലെങ്കിൽ സീം റിപ്പറെന്നും ഇതിനെ വിളിക്കലുണ്ട് കേട്ടോ. പിന്നെ അടുത്താണ് നീഡിൽ. 3 നീഡിലുണ്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. ഒരു നീഡിൽ മെഷീൻ മേടിക്കുമ്പോൾ മെഷീൻ്റെ മേലെ തന്നെ നമുക്ക് ഉണ്ടാവും. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ വരുന്നതാണ് നമുക്ക് ബോബിൻ ചുറ്റാനുള്ള സ്പേസ്. അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബോബിൻ ചുറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിൽ നൂല് കോർക്കാൻ വളരെ എളുപ്പമാണ്. അതിൽ നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതി കറക്റ്റായിട്ട് അതിൻ്റെ മേലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിങ്ങിൽ നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ സൈഡിലാണ് നമ്മളെ ഫ്ലൈ വീൽ എന്ന് പറയും. നമ്മൾ സാധാ മെഷീനിലുള്ള പോലെ തന്നെ ഒരു ചെറിയൊരു വീലാണ്, പക്ഷേ അതിന് നമുക്ക് സൂചി പൊക്കാനും താഴ്ത്താനും അതേപോലെ തന്നെ നമുക്ക് ത്രെഡിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കൊളത്തിയിട്ട് വേണം നമ്മൾ അടുത്തയിലേക്ക് എത്താൻ. അതിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ ആ ഒരു വീല്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഫൂട്ടറിൽ പെഡലിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. പിന്നെ ഇതാണ് നമ്മളെ ടെൻഷൻ, ത്രെഡിൻ്റെ ടെൻഷൻ എത്രയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ബേസിക്കായിട്ട് 4ലാണ് വെക്കൽ. നമുക്ക് ഓരോ ഫാബ്രിക്കിനനുസരിച്ച് മാറ്റം കൊടുക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ഓരോ ടൈപ്പ് സ്റ്റിച്ച് വരുന്നുണ്ട്, അതിൽ ഓരോരോ മോഡലുണ്ട്. അത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ഏതാണോ ആവശ്യമുള്ളത് അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ വരുന്നതാണ് ഈ ബ്ലൂ കളറിലുള്ളതാണ് നമ്മൾ ബട്ടൺ ഹോൾ ചെയ്യാനുള്ള സ്റ്റിച്ച്. ബട്ടൺ ഹോൾ ചെയ്യാനുള്ളത് എങ്ങനെയാണ്
ഫസ്റ്റ് ഏതാ, സെക്കൻഡ് ഏതാ, തേർഡ് ഏതാ, ഫോർത്ത് ഏതാന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്തിലുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ സ്റ്റിച്ച് ലെങ്ത് റെഗുലേറ്റർ. നമുക്ക് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് നമുക്ക് മാറ്റി കൊടുക്കാം. 0 to 1 ഇട്ടടിക്കുമ്പോൾ നല്ല അടുപ്പിച്ചിട്ട് സ്റ്റിച്ച് വരും. നമ്മൾ സാധാരണയായിട്ട് 3 ഇട്ടിട്ടാണ് സാധാരണ അടിക്കൽ. ഇതാണ് റിവേഴ്സ് ചെയ്യാനുള്ളത്. നമുക്ക് ടാക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യും. പിന്നെ ഇതിൻ്റെ കൂടെ കേബിൾ കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ മെഷീൻ്റെ മേലെ കുത്തും, മറ്റേത് നമ്മൾ സ്ലോട്ടിൽ കുത്തും. ഇവിടെയാണ്, സൈഡിലാണ് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യേണ്ടത്. ഇതാണ് നമ്മളെ പെഡൽ. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, കാലുകൊണ്ടൊന്ന് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മാനുവൽ കിട്ടും, ഇൻസ്ട്രക്ഷൻ മാനുവൽ കിട്ടും. അതിൽ കറക്റ്റ് ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ ഐറ്റംസ് എന്താണെന്നും എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗമെന്നും, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ വേറെയും കുറേ പ്രഷർ ഫുഡ്സ് അവൈലബിൾ ആണ്. അതൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് മേടിക്കേണ്ടി വരും. അങ്ങനെയാണ് അത് മാനുവൽ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇതിന് മേലെ വേറെ ഒന്ന് കിട്ടുന്നതാണ് ഒരു കവറിങ് ആയിട്ട്, ഒരു ക്ലോത്തിൻ്റെ ഒരു നോൺ വോവൻ്റെ ഒരു ക്ലോത്തിൻ്റെ ഒരു കവറിങ് കിട്ടുന്നുണ്ട്. മെഷീൻ പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കവറിങ് കിട്ടും. ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് പ്ലഗ് കുത്താം, മെഷീനിൽ കുത്താം. മറ്റേത് നമ്മൾ സ്ലോട്ടിൽ കുത്തിയിട്ട് ഓൺ ചെയ്യാം. നമുക്കത് പെഡൽ താഴെ കാലിൻ്റെ അവിടെ വയ്ക്കാം. ഇതാണ് ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ. നമ്മളത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കവിടെ ലൈറ്റ് കത്തും, ഓഫ് ആക്കി കഴിഞ്ഞാൽ ലൈറ്റ് പോവും. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ബോബിൻ്റെ നൂല് ചുറ്റേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ത്രെഡ് എടുത്തിട്ട് സ്പൂളിൻ്റെ മേലെ വെക്കുക. എന്നിട്ട് പിന്നെ അതിൽ കറക്റ്റായിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ചെയ്താൽ മതി. അതേപോലെ എടുത്തിട്ട് നമ്മൾ മറ്റേ അറ്റം ബോബിൻ്റെ മേലെയാണ് വെക്കുന്നത്. ബോബിനിൽ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഞാൻ ഓൾറെഡി കുറച്ച് ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ മേലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോബിനിൽ ഒരു ചെറിയൊരു ഹോളുണ്ട്, ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ത്രെഡ് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ആയിട്ടാണ് നമ്മൾ നൂല് കോർത്തെടുക്കേണ്ടത്. എന്നിട്ട് പിന്നെ അതിൻ്റെ ബോബിൻ്റെ ആ ഒരു കുഞ്ഞൊരു സ്റ്റാൻഡിൻ്റെ മേലെ നമ്മൾ ബോബിൻ പ്രസ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമുക്ക് ഇത്രയും ലെങ്ത്ത് ആവശ്യമില്ല, കുറച്ച് ലെങ്ത്ത് നമുക്ക് പിടിക്കാൻ ആവശ്യമുള്ള ലെങ്ത്ത് അവിടെ വേണം. എന്നിട്ട് നമ്മൾ ആ ഒരു ബോബിൻ ഒന്ന് സൈഡിലേക്ക് നീക്കി കൊടുക്കുക, അപ്പോൾ അവിടെ ലോക്കാവും. എന്നിട്ട് നമ്മൾ പെഡൽ ചവിട്ടിക്കഴിഞ്ഞാൽ തനിയെ അത് തിരിയും. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ ആ നൂലിങ്ങനെ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിട്ടു കൊടുക്കാം, കുഴപ്പമില്ല, തനിയെ പൊക്കോളും. ഇത് എത്ര ഫുള്ളാക്കണമെങ്കിൽ ഫുള്ളാക്കാം, കുഴപ്പമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും. ഫുള്ളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മെഷീൻ നിൽക്കും. അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ വേണ്ടത് അവിടെ വെച്ച് നമുക്ക് നിർത്താം. എന്നിട്ട് ഇവിടെ സൈഡിലൊരു ബ്ലേഡ് ഉണ്ട്, അതിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഇനി എങ്ങനെയാണ് ത്രെഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിൽ ഓരോ നമ്പറിങ്സ് കൊടുത്തിട്ടുണ്ട്, 1 2 3 എന്നിട്ട് അതേ രീതിയിൽ അങ്ങോട്ട് പോയാൽ മതി. താഴത്ത് കൂടെ എടുത്ത് എന്നിട്ട് പിന്നെ മേലേക്ക് എടുത്ത് ആ ഒരു ചെറിയൊരു ഹുക്ക് പോലെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റിയെടുക്കണം. എന്നിട്ട് നമ്മളെ നീഡിൽ ക്ലാമ്പിൻ്റെ അവിടെ ചെറിയൊരു ത്രെഡ് ഗൈഡ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റി കോർത്തെടുക്കണം. എന്നിട്ട് നമ്മൾ സൂചിയിലേക്ക് കോർക്കുകയാണ് ചെയ്യുന്നത്. സൂചിയിലേക്ക് കോർക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ് കോർക്കുന്നത്. പിന്നെ സാധാരണ മെഷീനിൽ സൈഡിൽ നിന്നായിരിക്കും ഉണ്ടാവുക, ഇത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ്, ഫ്രണ്ടിലാണ് ആ ഒരു ഹോൾ ഉണ്ടാവുക. പിന്നെ നമ്മൾ ബോബിൻ ഇടുന്ന സാധാ മെഷീനിൽ ഇടുന്ന പോലെ തന്നെയാണ് ബോബിൻ കേസിൻ്റെ ഉള്ളിൽ നമ്മൾ ബോബിൻ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഹോളിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അത് നമ്മൾ ആ ഷട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം, കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ത്രെഡ് പുറത്തേക്ക് ഉണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം, എവിടെയും തട്ടി നിൽക്കാത്ത രീതിയിൽ ഉള്ളിലേക്ക് ആക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മേലത്തെ ത്രെഡ് വലിച്ച് പിടിച്ചിട്ട് താഴ്ന്ന് ബോബിൻ കേസിലെ ത്രെഡ് നമുക്ക് മെല്ലെ വലിച്ചെടുക്കാം. ഇതാണ് പ്രഷർ ഫൂട്ട് ലിഫ്റ്റ് ചെയ്യാനുള്ളത്. പ്രഷർ ഫൂട്ട് മേലേക്കും താഴത്തേക്കും ആക്കാനുള്ള ലിവറാണത്. അതിന് സൈഡിലൊരു ചെറിയൊരു സാധനമുണ്ട്, അതാണ് പ്രഷർ ഫൂട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ ഫൂട്ട് താഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വീഴും. ആദ്യം പ്രഷർ ഫൂട്ട് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം അത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് തനിയെ പോരും.
അതേപോലെ തന്നെ പ്രഷർ ഫുട്ട് അറ്റാച്ച് ചെയ്യാനും വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് താഴ്ത്തി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ സ്റ്റിച്ച് എങ്ങനെയാണ് അടിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം പ്രഷർ ഫുട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് തുണി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് പ്രഷർ ഫുട്ട് താഴ്ത്താം. അപ്പോൾ നൂല് ഫുള്ള് ഞാൻ ബാക്കിലേക്കാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് മെല്ലെ പെടൽ ചവിട്ടാം. ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ടെൻഷൻ 4ലാണ് വെച്ചേക്കുന്നത്. ആ തുണിക്ക് അനുസരിച്ച് മാറ്റം വരും. പിന്നെ ഞാൻ സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സാധാ നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ് എടുക്കുന്നത്. 3ലാണ് സ്റ്റിച്ച് ലെങ്ത് 3ലാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് പെടൽ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് തനിയെ പൊക്കോളും. മെല്ലെ മെല്ലെ അങ്ങനെ ചവിട്ടി കൊടുക്കില്ല, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പെടൽ. എന്നിട്ടിത് അഴിക്കുന്ന സമയത്ത് ഹാൻഡ് വീലിൽ നിന്ന് സൂചി മെല്ലെ പൊക്കിയെടുത്തിട്ട് ബാക്കിലേക്കാണ് വലിച്ചെടുക്കേണ്ടത്. ബാക്കിലേക്ക് വലിച്ചെടുത്തിട്ട് അതിൻ്റെ സൈഡിലൊരു ബ്ലേഡ് ഉണ്ടാവും. ആ ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്ത് അത് സൈഡിലേക്കുള്ളതാണ്. ആ ഒരു സൂചീൻ്റെ പൊസിഷൻ മാറും, സൈഡിലേക്കായി മാറും. അത് അത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളതാണ് സിക്സാക്ക്. ആ ഒരു സിക്സാക്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ആ ഒരു വലുതാവുന്നതിനനുസരിച്ച് ആ ഒരു സിക്സാക്കിൻ്റെ സൈസ് മാറി മാറി വരും. അപ്പോൾ ഞാനിതിൽ ഫസ്റ്റിലിട്ടിട്ടാണ് അടിച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ കൂട്ടി കൊടുക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടി കുറയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെങ്ത്തിൻ്റെ ഇത് മാറും. ഇപ്പോൾ നല്ല ലെങ്ത്തിലാണ് എല്ലാ സ്റ്റിച്ചും വന്നിട്ടുള്ളത്. ഈ ലെങ്ത്ത് വ്യത്യാസം വരും. ഇതടുത്താണ്. അടുത്തതും ഇതേപോലെ തന്നെ നമുക്കിങ്ങനെ മാറ്റി കൊടുത്താൽ മതി. ഒരേ പ്രഷർ ഫുട്ടിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ആ പ്രഷർ ഫുട്ട് ഇപ്പോൾ മാറ്റിയിട്ടില്ല. അങ്ങനെ ഓരോ സ്റ്റിച്ചും ചെയ്യുന്നുണ്ട്. ഇനി അടുത്താണ് സ്കാലപ്പിംഗ്. ഇതാണ് സ്കാലപ്പിംഗ് വരുന്നത്. ഇത് നമ്മളെ സ്റ്റിച്ച് ലെങ്ത്ത് 3ലിട്ട കാരണമാണ് ഇത്രയും അകലത്തിൽ വന്നത്. ഇനിയിപ്പോൾ ഞാനത് ആ ഒരു ഏകദേശം ആ ഒരു 0ൻ്റെ നടുക്കിലുള്ള രീതിയിൽ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു നല്ലൊരു ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു എല്ലാതും കറക്റ്റ് സ്കാലപ്പിംഗ് രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് പ്രഷർ ഫുട്ട് എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് സൂചിയിൽ നിന്ന് നൂല് മാറ്റി കൊടുക്കണം. എന്നിട്ട് ആ ഒരു ചെറിയൊരു ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ ഫുട്ട് തനിയെ വരും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഏത് പ്രഷർ ഫുട്ടാണോ അത് നമുക്ക് മാറ്റിയിട്ട് കൊടുക്കാം. ഇത് പൈപ്പിംഗ് ഫൂട്ട്, അതുപോലെ സിപ്പർ ഫൂട്ട് എന്നൊക്കെ പറയും. പൈപ്പിംഗ് ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ഫൂട്ടാണിത്. നമുക്ക് ലെഫ്റ്റും റൈറ്റും ഈ ഒരൊറ്റ ഫൂട്ടറിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മാറ്റിയിട്ട് കൊടുത്താൽ മതി. നമുക്ക് സ്റ്റിച്ചിൻ്റെ അത് മാറ്റേണ്ട ആവശ്യമില്ല. സ്ട്രെയിറ്റ് സ്റ്റിച്ച് തന്നെ വെച്ചിട്ടാണ് ചെയ്യത്. നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒക്കെ ആയിട്ട് വരും. ഇതിൽ ഇതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. സ്ട്രെയിറ്റിലിട്ടിട്ടാണ് ഇത് സാധാരണ ചെയ്യൽ. നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ സ്ട്രെയിറ്റിലിട്ടിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ അതിലാണ് സാധാരണ ചെയ്യൽ. പിന്നെ അടുത്താണ് ബട്ടൺ ഹോൾ ഫൂട്ട്. ബട്ടൺ ഹോൾ ഫൂട്ടിൽ ആ ഒരു ചെറിയൊരു കമ്പീൻ്റെ അവിടെയാണ് നമ്മൾ പ്രഷർ ഫൂട്ട് വെക്കുന്നത്. പിന്നെ ഇതിൽ ആ ഒരു 1, 2, 3 നമ്പറിങ് ഉണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ച് ലെങ്ത്ത് വരുന്നത് 0 to 1ൻ്റെ ആ ഒരു ഇടയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നൂല് കോർത്തിട്ട് നമ്മളവിടെ ആ ഫസ്റ്റ് 1ആണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് 1 ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയൽ തിരിച്ചിട്ട് 2ലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് മേലേക്ക് പോവും. സ്റ്റിച്ച് സിക്സാക്ക് പോലെ അടുപ്പിച്ച് മേലേക്ക് പോവുകയാണ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മേലേക്ക് പോവും. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി 3ലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മേലത്തെ ഒരു അടി വരും. പിന്നെ അടുത്ത് 4ലേക്ക് നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ മാറ്റി കൊടുക്കാം. എത്ര അടുപ്പിച്ചിട്ടാണോ വേണ്ടത് അത് അങ്ങനെ മാറ്റി കൊടുക്കാം. അങ്ങനെയാണ് ബട്ടൺ ഹോൾ ചെയ്യുന്നത്. പിന്നെ ഇത് കട്ട് ചെയ്യാൻ നമുക്ക് സീം ഓപ്പണർ വെച്ചിട്ട് നമുക്ക്
കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് നോക്കണം, ഫുള്ളായിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്ത് പോവാതെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബട്ടൺ ഹോൾ ചെയ്യുന്നത്. പിന്നെ അടുത്ത് ഡാണിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഡാണിങ് ഞാൻ അധികം ചെയ്തിട്ടില്ല, അപ്പോൾ അതിനെ പറ്റിയിട്ട് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ഞാൻ ബട്ടൺ ഫിക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെയാണ് ഞാൻ ചെയ്ത് കാണിച്ചിരുന്നത്. ബട്ടൻ്റെ ബട്ടൺ സൂയിങ് ഫൂട്ട് എടുത്തിട്ട് നമ്മൾ സിഗ്സാക്കിലാണ് കൊടുക്കുന്നത്. അതിൻ്റെ സ്റ്റിച്ച് ലെങ്ത്ത് 3 ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ചൊരു മെനക്കേട് പിടിച്ച പണിയാണ്. നമ്മൾ ആ ഒരു സൂചി കറക്റ്റായിട്ട് ആ ബട്ടൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടോയെന്ന് ആദ്യം നമ്മൾ ആ ഹാൻഡ് വീൽ ഇങ്ങനെ മെല്ലെ തിരിച്ച് വെച്ച് നോക്കണം, സൂചി കറക്റ്റായിട്ടാണോ പാസ് ചെയ്യുന്നതെന്ന്. എന്നിട്ട് നമുക്ക് പെഡൽ അമർത്തിയിട്ട് ശരിക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മെല്ലെ മെല്ലെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ ബട്ടൺ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനൊരു ദോഷം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടി കൂടിയതാണെങ്കിൽ, ഇപ്പം 4 മടക്കൊക്കെ അങ്ങനത്തെ ഒരു കുറച്ച് കട്ടികളാണെങ്കിൽ മെഷീൻ്റെ സൂചി ഉള്ളിലേക്ക് പോവില്ല, മെഷീൻ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കലുണ്ട്. അപ്പോൾ കുറച്ചൊരു പണി അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ബാക്കിയൊക്കെ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ പോവും. വലിയ കുഴപ്പമില്ലാത്ത മെഷീനാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്